നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം.പി. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് CPM നേതാക്കളും നടത്തുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ജോസ് വള്ളൂർ, PV മുഹമ്മദ് അലി, PM അസീസ്, ബാബു നാസർ, P. മാധവദാസ്, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, MP സുബ്രഹ്മണ്യൻ, വിനോദ് ചെറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, EK ജസീൽ, ലിജിത്ത് ചന്ദ്രൻ, PT അജ്മൽ, ഇജാസ്, സനോജ് കണ്ടലിൽ എന്നിവർ പങ്കെടുത്തു. 12 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12-ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്രാ പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. 14-കാരനു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 47 വയസ്സുകാരനെ 11 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ഗുരുവായൂർ നഗരസഭ പൂക്കോട് വില്ലേജ് തൊഴിയൂർ ദേശത്ത് മാങ്കുന്നത്തേൽ വീട്ടിൽ മുഹമ്മദ് മകൻ കാസിമിനെയാണ് ശിക്ഷിച്ചത്. 2023-ലാണ് കേസിന് ആസ്പദമായ സംഭവം. പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ SCPO ജാൻസി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ സൂരജ് VC FIR രജിസ്റ്റർ ചെയ്തു. SI ഷബീബ് റഹ്മാൻ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 16 സാക്ഷികളെ വിസ്തരിക്കുകയും 16 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A. പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്നും അകന്നു നിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശ കാഴ്ചയായി. കാവിലക്കാട് കരിമ്പനത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർണ്ണവിസ്മയം ഒരുക്കിയത്. പൂരച്ചടങ്ങുകൾ പൂർത്തിയായ ശേഷം രാത്രി 9:30-യോടെയാണ് വിശാലമായ കാവിലക്കാട് പാടശേഖരത്തിൽ വെടിക്കെട്ട് ആരംഭിച്ചത്. കുന്നംകുളം മേഖലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൂരമഹോത്സവത്തിന് ഇത്രയും വിപുലമായ വെടിക്കെട്ട് നടക്കുന്നത്. ഇതുകൊണ്ടുതന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും അന്യ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണാൻ കാവിലക്കാട് പാടശേഖരത്തേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ട് കാണികളുടെ മനം കവർന്നു. എന്നാൽ കാവിലക്കാട് വിജയകരമായി വെടിക്കെട്ട് നടന്നതോടെ വരാനിരിക്കുന്ന മറ്റു ഉത്സവങ്ങൾക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും പൂരപ്രേമികളും. ഞായറാഴ്ച നടക്കുന്ന പ്രസിദ്ധമായ പന്തല്ലൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് HMC കമ്മിറ്റി. നിലവിൽ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും കാവിലക്കാട് വെടിക്കെട്ട് നടന്ന പശ്ചാത്തലത്തിൽ ശനിയാഴ്ചയോടെ പന്തല്ലൂർ പൂരത്തിനും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷം ദ്വാദശി വേല വരവോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്ന ശേഷം 5:30-ന് ദ്വാദശി പണസമർപ്പണം, 10:30 മുതൽ ദ്വാദശിയൂട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. വൈകിട്ട് 4 മണി മുതൽ
പറച്ചിരിക്കാവ്, ചീരങ്കുറ്റിഞ്ഞാലിൽ, തെക്കൂട്ടുവളപ്പ് എന്നീ 3 പൂർവിക സ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ച ദ്വാദശി ആചാരവേല ക്ഷേത്ര സന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. തുടർന്ന് ദ്വാദശി വേലയുടെ ഭാഗമായി 12ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡുമേളം, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ശിങ്കാരിക്കാവടി, തെയ്യം, കുമ്മാട്ടിക്കളി, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്ര സന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. 10 ദിവസങ്ങളിലായി നടന്ന ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ കിഡ്സ് അത്ലറ്റിക് കളിയങ്കണം BRC തല പരിശീലനം നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും കായിക മികവ് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കളിയങ്കണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് AO VB സിന്ധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ചാവക്കാട് BRCയിലെ BPC സംഗീത MT സ്വാഗതവും തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി നിഷാജി നായർ ആശംസയും അർപ്പിച്ച് സംസാരിച്ചു. CRCC NS ശ്രീജിഷ നന്ദി പറഞ്ഞു. പുതുതായി നിർമ്മിച്ച പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ഞായറാഴ്ച വൈകിട്ട് നടക്കും. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കുരിശുപള്ളിയുടെ കൂദാശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കുരിശുപള്ളി കൂദാശ നിർവഹിക്കും. നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. മാറഞ്ചേരി മൈത്രി വായനശാല പ്രവർത്തകർ നിർമ്മിച്ച മീസാൻ എന്ന ഹ്രസ്വ ചിത്രത്തിന് പുരസ്കാരം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യജിത് റേ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ചിത്രത്തിന്റെ സംവിധാന മികവ് പരിഗണിച്ച് രമേശ് അമ്പാരത്തിനെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തു. 3 പതിറ്റാണ്ടിലേറെയായി മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന രമേശ് അമ്പാരത്ത് നിലവിൽ വന്നേരിനാട് പ്രസ് ഫോറം പ്രസിഡന്റാണ്. മീസാനിലെ അഭിനയത്തിന് സലാം മലയംകുളത്തേലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സംവിധായകനും എഴുത്തുകാരനുമായ റഫീഖ് പട്ടേരിയാണ്. പുരസ്കാര വിതരണം ഫെബ്രുവരി 1-ന് തിരുവനന്തപുരം AKG ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 101-ാം വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ഷാർജി ഇഗ്നേഷ്യസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക മിഴി കവിയും മാധ്യമപ്രവർത്തകനുമായ പൂർവ്വ വിദ്യാർത്ഥി സുബീഷ് തെക്കൂട്ട് പ്രകാശനം ചെയ്തു. നൂറ്റാണ്ടിന്റെ ഓർമ്മപ്പൂക്കൾ ഡോക്യുമെന്ററി പ്രദർശനം സംവിധായകൻ സുജിത് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്മരണിക പത്രാധിപർ IB അബ്ദുറഹ്മാൻ, നൂൺമീൽ ഓഫീസർ ജിൻസ് ലാസ്റസ്, PTA പ്രസിഡന്റ് ഷബീബ്, മാതൃസമിതി പ്രസിഡന്റ് ഫഹിമ, സ്കൂൾ ലീഡർ അഫിദ, മുൻ പ്രധാന അധ്യാപകൻ TA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കലാകായിക വിജ്ഞാന മത്സര വിജയികൾക്ക് ട്രോഫികൾ നൽകി. സ്റ്റാഫ് പ്രതിനിധി ഫ്രാൻസിസ് ആന്റണി സ്വാഗതവും പ്രധാന അധ്യാപിക ബിജി പോൾ നന്ദിയും പറഞ്ഞു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു ജോബ്, NK മജീദ്, VK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ വിജോയ് PS അധ്യക്ഷനായി. ഗുരുവായൂർ CI മഹേഷ്, ഡോക്ടർ വിനു വിപിൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, ഡോക്ടർ ഗായത്രി എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വാർഷിക ആർട്ട് ഫെസ്റ്റിവൽ അദ്യുക 2026 സംഘടിപ്പിച്ചു. രാവിലെ 10:30 പ്രണവം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫസ്റ്റ് റണ്ണറപ്പും പോപ്പുലർ മലയാളി ഓഫ് ദി ഇയർ 2025 ജേതാവുമായ അനീഷ് TA മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ വേദികളിലായി 31ഓളം മത്സര ഇനങ്ങൾ അരങ്ങേറി. കാണികളുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന വർണ്ണാഭമായ വേഷവിധാനങ്ങളോടെ വിദ്യാർത്ഥികൾ വേദി കീഴടക്കി. സമകാലിക സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച മായും വിവിധ ഭാഷകളിലെ നാടകങ്ങൾ, സ്കിറ്റുകൾ എന്നിവ കാണികളുടെ ശ്രദ്ധ പിടിച്ചു.
നെഞ്ചുപറ്റി. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത സി, സെനറ്റ് കൺവീനർമാരായ സൽക്കല KS, കിരൺ ബാബു എന്നിവർ നേതൃത്വം നൽകുന്ന കലാമാമാങ്കം ശനിയാഴ്ച സമാപിക്കും. ചരമം മന്ദലാംകുന്ന് കിണർ CITU ഓഫീസിന് പടിഞ്ഞാറുഭാഗം താമസിക്കുന്ന കൊന്നാമാക്കൽ കബീർ നിര്യാതനായി 54 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. സുഹറയാണ് ഭാര്യ. അജ്മൽ, ഷൈമ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.